രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് വിപുലമായി. സംസ്ഥാനത്തും ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രൂപം കൊണ്ട സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ പ്രേമചന്ദ്രൻ വി നയിക്കുന്നു. ഞാൻ പോയി എനിക്കിഷ്ടായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരാണ് പതാക ഉയർത്തുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിലെ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാഷ്ട്രശില്പികളുടെയും ഭരണഘടനാ ശില്പികളുടെയും സ്മരണകൾ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം സിറ്റിയിലെ ക്രമസമാധാന പരിപാലനത്തിലും വിശിഷ്ട വ്യക്തികളുടെ സംരക്ഷണത്തിലും 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം രാജ്യം വിപുലമായി ആഘോഷിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തെ വിപുലമായ പരിപാടികളാണ്. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പതാക ഉയർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ സാന്ത്വന സാജു ചേരുന്നുണ്ട്. സാന്ത്വന, തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികൾ എന്തായി? തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികൾക്ക് പൂർണ്ണമായി ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഇനി ഗവർണർ വരിക, പതാക മാത്രമാണ് ഉള്ളത്. ഗവർണർ ഇതുവരെയും എത്തിയിട്ടില്ല. 8:30 എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 9 മണിയോടുകൂടി എത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗവർണറെ കാത്ത് എല്ലാവരും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഗവർണർ എത്തിയാൽ ഉടൻ തന്നെ ഉയർത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ പരേഡ് നടക്കുക. പ്ലറ്റൂണുകളെല്ലാം തന്നെ ഗ്രൗണ്ടിൽ ഇപ്പോൾ നിരന്ന് നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റണി രാജു എത്തിയിട്ടുണ്ട്. FLA ആന്റണി രാജു എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലവിൽ ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും നൽകിയിട്ടില്ല മുഖ്യമന്ത്രി. കാരണം നമുക്കറിയാം, ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്നിവിടെ എത്തുമോ എന്നറിയില്ല. എന്നിരുന്നാലും ഇത് ഒരു നമുക്കറിയുന്നത് പോലെ തന്നെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ കൊടി ഉയർത്തുന്നതോടെയാണ് ഈ ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിപാടിക്ക് മുഖ്യമന്ത്രിക്ക് എത്താതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തുമെന്നുമാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അദ്ദേഹം കുടുംബമായി എത്തി വളരെ സന്തോഷത്തോടു കൂടി ഒരു പരിപാടി പങ്കെടുത്ത് പോകുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് എത്തരത്തിലാണ് എന്നാണ് രാഷ്ട്രീയ കേരളം തന്നെ ഇവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരേഡിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിവിടെ ഒരു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതാണ്. ആ സന്ദേശത്തിൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ പ്രത്യേകപരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും പരാമർശങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശനമോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഗവർണർ എത്തി സല്യൂട്ട് സ്വീകരിച്ച് പതാക ഉയർത്തൽ മാത്രമാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. പ്ലാറ്റൂണുകളെല്ലാം തന്നെ ഗ്രൗണ്ടിൽ ടീമുകളെല്ലാം തന്നെ തീർച്ചയായും സാന്ത്വന, നമ്മുടെ ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തന്നെ അതാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ ഒക്കെ അണിനിരക്കുന്ന പരേഡാണ്. അപ്പോൾ ഏതൊക്കെ സേനാ വിഭാഗങ്ങൾ, ഏതൊക്കെ ബറ്റാലിയനുകൾ പരേഡിൽ അണിനിരക്കും? അപ്പം ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ആരൊക്കെയാണ്? അതെ രേഷ്മ, എപ്പോഴും പ്രധാന ആകർഷണമായി വരുന്നത് ഈ പരേഡ് തന്നെയാണ്. ഇവിടെയും പരേഡിലെ അംഗങ്ങളൊക്കെ തന്നെയും ഗ്രൗണ്ടിൽ അണിനിരന്നിട്ടുണ്ട്. ഷെയ്ഖ് ഫറൂഖ് സദേൺ എയർ കമാൻഡറാണ്. അദ്ദേഹമാണ് ഇത് ഈ ഒരു പരേഡ് ഇവിടെ നയിക്കുന്നത്. വിവിധ യൂണിറ്റുകൾ, അതായത് എയർ ഇന്ത്യ, ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കർണാടക സ്റ്റേറ്റ് പോലീസ് ഒക്കെ ഇവിടെ ഈ ഒരു പ്ലാറ്റൂണുകൾ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പരേഡിൽ അണിനിരക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഗ്രൗണ്ടിൽ ഇപ്പോൾ സജ്ജരാണ്. ഗവർണർ എത്തിക്കഴിഞ്ഞ
കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു പ്ലാറ്റൂണുകളെല്ലാം പരിശോധിച്ച് ഈ ഒരു പരേഡിനുള്ള അനുമതി നൽകും. അതിനുശേഷമായിരിക്കും ഇവർ പരേഡിലേക്ക് കടക്കുന്നത്. മുഖ്യ അതിഥിയായി എത്തുന്നത് ഉദ്ഘാടകനായ അല്ലെങ്കിൽ ഈ പതാക ഉയർത്തുന്ന ഗവർണർ തന്നെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. മുഖ്യമന്ത്രി എത്തുമോ ഇല്ലയോ എന്നതാണ് പിന്നീട് എല്ലാവരും ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി. ശരി സാന്ത്വന, സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഉണ്ടാകും.